1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചെറുപുഴയിലെ മുളപ്ര പാലം പൂർത്തിയാകുമ്പോഴും അപ്രോച്ച് റോഡിന് ഫണ്ട് പോലുമില്ലാത്തത് ദുരിതമാകുന്നു. മഴക്കാലത്ത് വെള്ളത്തിനടിയിലാകുന്ന പഴയ പാലത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. എന്നാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡിനുള്ള ഫണ്ട് പോലും ഇതുവരെ നീക്കിവെക്കാത്തതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മുളപ്ര പാലം പൂർത്തിയാകുമ്പോഴും അപ്രോച്ച് റോഡിന് ഫണ്ട് പോലുമില്ലാത്തത് ദുരിതമാകുന്നു. മഴക്കാലത്ത് വെള്ളത്തിനടിയിലാകുന്ന പഴയ പാലത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. എന്നാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡിനുള്ള ഫണ്ട് പോലും ഇതുവരെ നീക്കിവെക്കാത്തതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. നിലവിൽ ആളുകൾക്ക് നടന്നുപോകാൻ മാത്രമാണ് മുളപ്രയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വാഹനങ്ങൾക്ക് പാലം ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മുളപ്ര പള്ളിയിലേക്കും അയ്യപ്പ ക്ഷേത്രത്തിലേക്കും പോകുന്നവർ ചെറുപുഴ തിരുമേനി റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷമാണ് അക്കരയിലേക്ക് നടക്കുന്നത്. രോഗികളും വയോധികരും കുട്ടികളുമായി എത്തുന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുമൂലം പ്രയാസം അനുഭവിക്കുന്നത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് ആദ്യം PWDയുടെ ഭാഗമായിട്ട് അനുവദിക്കപ്പെട്ട ഫണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന ഘട്ടം വന്നപ്പോൾ സാങ്കേതികമായ കാര്യങ്ങളിൽ വന്ന താമസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്ത ഘട്ടത്തിൽ PWDയുടെ റൈറ്റ് വർദ്ധിച്ചതുകൊണ്ട് പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും പണി ഒന്നിച്ചു തീർക്കാനുണ്ടായിരുന്ന ഫണ്ട് ഉണ്ടായിരുന്നില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് PWD പാലത്തിൻ്റെ പണി മാത്രം പൂർത്തീകരിക്കാം എന്ന് പറയുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഈ കാര്യത്തിൽ വലിയ താല്പര്യമാണ് എടുത്തത്. അന്നത്തെ MLA ആയിരുന്ന TI മധുസൂദന്റെ താല്പര്യപ്രകാരമാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടത്. പാലം നിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ അപ്രോച്ച് റോഡിനുള്ള തുക വകയിരുത്തിയിരുന്നില്ല. അപ്രോച്ച് റോഡിന് ആവശ്യമായ തുക പഞ്ചായത്ത് വകയിരുത്തുമെന്ന ഉറപ്പ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നൽകിയതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പാലത്തിന് ഫണ്ട് അനുവദിച്ചതെന്ന് മുൻ പഞ്ചായത്ത് അംഗവും CPM നേതാവുമായ KM ഷാജി പറഞ്ഞു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ആവശ്യമായ തുക അനുവദിച്ച് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ട് വകയിരുത്തേണ്ടതുണ്ട്. അപ്പം കഴിഞ്ഞ എസ്റ്റിമേറ്റിൽ അതിനാവശ്യമായ തുക ഉണ്ടായിരുന്നില്ല. ഇപ്പം പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി എൻ്റെ അപ്രോച്ച് റോഡ് പുതിയത് ചെയ്യാൻ വേണ്ടി ഏകദേശം പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ പോയി എസ്റ്റിമേറ്റ് എടുക്കുകയും 7 ലക്ഷം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തുക എടുത്തിട്ടുള്ളത്. അതേസമയം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി 7 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം ജനങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടണമെങ്കിൽ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.